കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ആദില, അനൂപ്, നൂറ കോംബോയിൽ നിന്നൊന്ന് മാറി നടക്കാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. പല സമയത്തും ലൈവ് കണ്ടവർക്കറിയാം, അവരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് നൈസായിട്ട് മാറാൻ നോക്കുന്നു. ഒറ്റയ്ക്ക് ഇരിക്കണം, എനിക്ക് പേഴ്സണൽ സ്പേസ് വേണം എന്നൊക്കെ പറഞ്ഞ് മാറാൻ പോകുന്നു. അപ്പോൾ അനൂപ് നൂറൻ പറയുന്നുണ്ട്, നീ ഇവരുടെ അടുത്തോട്ട് പോകരുത്. അതായത് അക്ബർ, ആര്യൻ, നെവിൻ കൂട്ടുകെട്ടിലോട്ട് പോകരുതെന്നാണ് ഉദ്ദേശിച്ചത്. അവർ നോമിനേറ്റ് ഒക്കെ ചെയ്തതല്ലേ ഓൾറെഡി. അപ്പോൾ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെയും ഓരോ കോംപ്ലിക്കേഷൻസ് ആവും എന്നുള്ള രീതിയിലായിരിക്കാം. എന്തായാലും എനിവേ അനുമോൾക്ക് താല്പര്യമില്ല. അനുമോളുടെ അടുത്തുനിന്ന് കോംബോ വിട്ടിട്ട് അവരുടെ അടുത്തോട്ട് പോകുന്നത് അനുമോൾക്ക് താല്പര്യമില്ല. അപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ആദിലയ്ക്ക് നൈസായിട്ട് ഇവരുടെ അടുത്ത് മിങ്കിൾ ചെയ്യാനുള്ള താല്പര്യം, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് സംസാരിക്കാനും ഡിസ്കഷൻസ് വരാനും ഒക്കെ താല്പര്യമുണ്ട്. പക്ഷെ നൂറയ്ക്ക് താല്പര്യമില്ല, നൂറ അങ്ങനെ പോകുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ആദില നൈസായിട്ട് നൂറയുടെ അടുത്തുനിന്ന് അനുവിൻ്റെ അടുത്തുനിന്ന് ഒന്ന് ഒഴിഞ്ഞു മാറി അക്ബറിൻ്റെ അടുത്തും ആര്യൻ്റെ അടുത്തും പോയി സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനു ആണെങ്കിൽ ആ ടാസ്കിൻ്റെ ഇടയ്ക്ക്, നേരത്തെ ഒരു ടാസ്കിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അക്ബറിനെ ഞരമ്പ് രോഗിയെന്ന് എന്തോ വിളിച്ചു, അവളുടെ ദേഹത്തും കണ്ട് ഇടിച്ച സമയത്തെങ്ങാണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇവർ ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അത് അറിയാതെ വായിന്ന് വന്നതാ, ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു പോയതാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആദില ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ആദിലയ്ക്ക് ഇപ്പം അനുവും അക്ബറും തമ്മിലൊരു ഡിസ്കഷൻ വെക്കണം, ഗ്രൂപ്പിലൊരു ഡിസ്കഷനായിട്ട് അനുവിനെ കൊണ്ടൊരു മാപ്പ് പറയിപ്പിക്കണം, അനു പറഞ്ഞത് തെറ്റാണെന്നുള്ള രീതിയിലുള്ളൊരു ഡിസ്കഷൻ. അതായത് ആദില സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അനുവിൻ്റെ പല കാര്യങ്ങളും, ഇങ്ങനത്തുള്ള കാര്യങ്ങളിൽ ഞാൻ ഇൻവോൾവ് ഇല്ല, എനിക്കതിനകത്ത്, കാരണം ആദിലയ്ക്ക് പേടിയുണ്ട് അനുവിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് പോകുമ്പോൾ അത് എന്നെയും കൂടെ ബാധിക്കുമോ എന്നുള്ള പേടി ആദിലയ്ക്കുള്ളതുകൊണ്ട് ആദില നൈസായിട്ട് വന്ന് അനുവിനെതിരെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അനു വന്നിട്ട് നൂറയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവൾ അങ്ങോട്ട് പോയതാണോ, ഇവളെ അവർ വിളിച്ചതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നൂറ പറഞ്ഞു എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നു അവൾ അങ്ങോട്ട് പോയതാണെന്ന്. അപ്പം നൂറയ്ക്കും വലിയ താല്പര്യമില്ല അവരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഇവരെന്താ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അനുവും നൂറയും കൂടെ ഇടയ്ക്കിടയ്ക്ക് അതിലേക്കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അനു ഇങ്ങനെ റൗണ്ട് അടിച്ച് നടക്കുകയാണ്, അതിൽ ശരിക്കും എനിക്കിട്ട് പണിയാണോ എന്ന് അറിയാൻ വേണ്ടി. പക്ഷേ അതിൽ ഈ ചെയ്യുന്നത് ഓക്കെ, ഫെയർ ആണ്, അവർ ഫ്രണ്ട്സാണ്, എന്നാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ അനുവിൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അനുവിൻ്റെ അടുത്ത് അത് പോയി പറയണം, അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യണം പോയി സോറി പറയാൻ വേണ്ടിയിട്ട്. അല്ലാതെ അത് അക്ബറിൻ്റെ അടുത്ത് പോയിട്ട് അനുവിനെ എഗെയിൻസ്റ്റായിട്ട് പറയുമ്പം അവർ തമ്മിലൊരു ഫ്രണ്ടാണെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ അതൊരു തൊഴുത്തിക്കുത്ത് പരിപാടി ചെയ്യുന്ന പോലെ തോന്നി. കൂടെ നിന്ന് ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നിന്നിട്ട് നൈസായിട്ട് ഇഷ്ടമില്ല, അക്ബറിനെ ഇഷ്ടമില്ല എന്നൊക്കെ അനുവിൻ്റെ അടുത്ത് പറയുകയും ചെയ്യും. എന്നിട്ട് അനുവിനെക്കുറിച്ചുള്ള കുറ്റങ്ങൾ അതിൽ പോയിട്ട് അക്ബറിൻ്റെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നൈസ് ഏർപ്പാടല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യും.